നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. തുടക്കക്കാർക്ക് സ്റ്റോക്ക് മാർക്കറ്റിനെ പരിചയപ്പെടുത്തുന്ന വീഡിയോ സീരീസിലെ രണ്ടാമത്തെ വീഡിയോയാണ് ഇന്ന്. കഴിഞ്ഞ വീഡിയോയിൽ എന്താണ് സ്റ്റോക്ക് മാർക്കറ്റ് എന്നും അതിൻ്റെ നിയമസാധുതയെക്കുറിച്ചും അതിനെ നിയന്ത്രിക്കുന്ന സെബി എന്ന ഏജൻസിയെക്കുറിച്ചും ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലെ രണ്ട് എക്സ്ചേഞ്ചുകളായ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്നിവയെക്കുറിച്ചും ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ ട്രേഡ് ചെയ്യപ്പെടുന്ന ഓഹരികൾ, ആ ഓഹരികൾ എന്ന് പറയുന്നത് ഇന്ത്യയിലെ വളരെ പ്രധാനപ്പെട്ട കമ്പനികളുടേതാണെന്നും ഒക്കെ നമ്മൾ മനസ്സിലാക്കി. ഒപ്പം തന്നെ ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് കടന്നു വരാം എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കി. ഏതെങ്കിലും ഒരു കമ്പനിക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ, ഷെയർ മാർക്കറ്റിൽ അവരുടെ കമ്പനിയുടെ ഷെയർസ് ലിസ്റ്റ് ചെയ്യുന്ന പ്രോസസ്സ് എന്താണെന്നും ലിസ്റ്റിങ്ങിന് മുമ്പ് നടക്കുന്ന IPO എന്ന് പറയുന്ന പ്രോസസ്സ് എന്താണെന്നും ഇതെല്ലാം കൂടിച്ചേരുന്ന മാർക്കറ്റിനെ പ്രൈമറി മാർക്കറ്റ് എന്താണെന്നും ഒക്കെ നമ്മൾ വിശദമായിട്ട് കഴിഞ്ഞ വീഡിയോയിൽ പ്രതിപാദിച്ചിരുന്നതാണ്. ഈ മേഖലയെക്കുറിച്ച് ഒട്ടും അറിയാത്ത ഒരാളാണ് താങ്കളെങ്കിൽ തീർച്ചയായും ആദ്യ എപ്പിസോഡ് കണ്ടതിന് ശേഷം മാത്രം ഈ എപ്പിസോഡ് തുടരുക. തീർച്ചയായും നിങ്ങൾക്ക് ഗുണകരമാകുന്ന രൂപത്തിൽ വളരെ ലളിതമായി ഈ സീരീസ് തുടർന്നു പോകാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി, ഇന്ത്യയിലെ വളരെ പ്രധാനപ്പെട്ട കമ്പനികളുടെ ഷെയറുകൾ അഥവാ ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഷെയറുകൾ എനിക്കും നിങ്ങൾക്കും വാങ്ങാം. പക്ഷെ നമുക്കൊരിക്കലും ഇത് നേരിട്ട് പോയാൽ കിട്ടില്ല. ഉദാഹരണത്തിന്, നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും ഒരു ഷെയർ, സപ്പോസ് റിലയൻസ് ആണെന്ന് വിചാരിക്കൂ. ആ റിലയൻസ് എനിക്ക് ഒരെണ്ണം വാങ്ങണമെന്നുണ്ടെങ്കിൽ ഞാൻ നേരിട്ട് NSEയിൽ പോയാൽ കിട്ടില്ല. പകരം നമുക്കത് വാങ്ങാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന ഒരു മീഡിയേറ്റേഴ്സ്, ഇടനിലക്കാരുണ്ട്. ആ ഇടനിലക്കാരെ വിളിക്കുന്ന പേരാണ് ബ്രോക്കേഴ്സ്, ഷെയർ ബ്രോക്കിംഗ് ഫേമുകൾ എന്നൊക്കെ നമ്മൾ വിളിക്കും. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു വ്യക്തിയുടെയും എക്സ്ചേഞ്ചിൻ്റെയും ഇടയിലായിട്ട് വളരെ സുപ്രധാനമായ റോൾ വഹിക്കുന്ന ഒരു ബോഡിയുണ്ട്, ഒരു സ്ഥാപനമുണ്ട്. അവരെ നമ്മൾ കോമൺ ആയിട്ട് വിളിക്കുന്നത് ഷെയർ ബ്രോക്കിംഗ് ഫേംസ് എന്നാണ്. ധാരാളം ഷെയർ ബ്രോക്കിംഗ് ഫേംസുകളുടെ പേരുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. കേരളത്തിന്റെ സ്വന്തം ജിയോജിത്ത് എന്ന് പറയുന്ന ഷെയർ ബ്രോക്കിംഗ് ഫേമിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഷെയർ വെൽത്ത് എന്ന് പറയുന്ന സ്ഥാപനത്തെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഷെയർഗാൻ എന്ന് പറയുന്ന സ്ഥാപനത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. ഏഞ്ചൽ വൺ, സരോദ, അപ്സ്റ്റോക്സ്, ഫയേഴ്സ്, ഗ്രോ, ധൻ തുടങ്ങി എണ്ണിയാലൊടുങ്ങാത്ത, എന്ന് വെച്ചാൽ ഒരുപക്ഷെ 100-ലധികം ഓൾറെഡി ഷെയർ ബ്രോക്കിംഗ് ഫേമുകൾ ഇന്ത്യയിൽ ഉണ്ട്. ഈ ബ്രോക്കിംഗ് ഫേമുകളൊക്കെ NSEയിലും BSEയിലും അഫിലിയേറ്റ് ആയിരിക്കും. സ്വാഭാവികമായിട്ടും ഇവരുടെ പ്രവർത്തനങ്ങളെ മുഴുവൻ നിയന്ത്രിക്കുന്നത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ആയിരിക്കും. ചുരുക്കി പറഞ്ഞാൽ ഈ ബ്രോക്കേഴ്സ് NSEയിലും BSEയിലും രജിസ്റ്റേർഡ് ആയിരിക്കും. NSEയും BSEയെയും കൺട്രോൾ ചെയ്യുന്നത്, അതിന് മോണിറ്റർ ചെയ്യുന്നത് സെബി എന്ന് പറയുന്ന പവർഫുൾ ആയിട്ടുള്ള ഒരു ബോഡി ആയിരിക്കും. അപ്പൊ എന്താണ് ഈ ബ്രോക്കറുടെ ഉത്തരവാദിത്തം? വളരെ കൃത്യമാണ്. വാങ്ങുന്നവനെയും വിൽക്കുന്നവനെയും, അല്ലെങ്കിൽ വിൽക്കാനുള്ള ഇടത്തിലേക്ക് വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ആളെ കൊണ്ടുപോകുന്ന ഒരു പാലമാണത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മറ്റൊരു വാക്ക് കൂടി ഇവിടെ കയറി വരും. ആ വാക്കാണ് ഡിമാറ്റ് അക്കൗണ്ട്. ഒരുപാട് പേര് കേട്ടിട്ടുള്ള, ഒരുപാട് പേര് ഓൾറെഡി എടുത്തു വെച്ചിട്ടുള്ള ഒരു അക്കൗണ്ട് ആയിരിക്കും ഡിമാറ്റ് അക്കൗണ്ട്. ബാങ്ക് അക്കൗണ്ടിനെ കുറിച്ചല്ല നമ്മൾ പരാമർശിക്കുന്നത്, ഡിമാറ്റ് അക്കൗണ്ട്. ഒരുപക്ഷെ അതിന്റെ ചേർത്ത് മുന്നിൽ മറ്റൊരു പേര് കൂടി പറയാറുണ്ട്, ട്രേഡിംഗ് ആൻഡ് ഡിമാറ്റ് അക്കൗണ്ട്. ഈ ട്രേഡിംഗ് ആൻഡ് ഡിമാറ്റ് അക്കൗണ്ടിലൂടെ മാത്രമേ, അതെടുക്കുന്ന ഒരാൾക്ക് മാത്രമേ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു ഓഹരി വാങ്ങാനും വിൽക്കാനും സാധിക്കൂ. ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള കമ്പനികളെ കുറിച്ചാണ് ഞാൻ പരാമർശിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ, റിലയൻസിന്റെ ഷെയർ എനിക്ക് വാങ്ങണമെങ്കിൽ, നിങ്ങൾക്ക് വാങ്ങണമെങ്കിൽ ഏതെങ്കിലും ഒരു ബ്രോക്കറുടെ അടുത്ത്, ഞാൻ ഈ പറഞ്ഞ പേരുകളോ അല്ലെങ്കിൽ അല്ലാതെയുള്ള രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഏത് ബ്രോക്കേഴ്സിന്റെ അടുത്ത് നിന്നും നമുക്കൊരു ഡിമാറ്റ് അക്കൗണ്ട്, ട്രേഡിംഗ് ആൻഡ് ഡിമാറ്റ് അക്കൗണ്ട് ആരംഭിച്ച് അത് ഉപയോഗിച്ചുകൊണ്ട് മാത്രമേ ഷെയറുകൾ, റിലയൻസിന്റെ ആണെങ്കിലും ഏത് കമ്പനിയുടെ ആണെങ്കിലും ഷെയറുകൾ, ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഷെയറുകൾ വാങ്ങാൻ സാധിക്കൂ. അപ്പോൾ അതിൽ നിന്നൊരു കാര്യം മനസ്സിലായി, ട്രേഡിംഗ് ആൻഡ് ഡിമാറ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത് സ്റ്റോക്ക് മാർക്കറ്റിൽ ആ മേഖലയിൽ എൻ്റർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് മാൻഡേറ്ററി ആയിട്ടുള്ള, അത്യാവശ്യമുള്ള, ഉറപ്പായും വേണ്ടുന്ന ഒന്നാണ്.
അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ചില കമ്പനികളുടെ പേരുകൾ. ഗൂഗിൾ ചെയ്താൽ ഇഷ്ടംപോലെ കമ്പനികളെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും, ബ്രോക്കിംഗ് കമ്പനികളെ. ഇതിലേതാണ് മികച്ചത് എന്ന ചോദ്യം ആപേക്ഷികമാണ്. പക്ഷേ എങ്കിലും ഏറ്റവും കൂടുതൽ ക്ലയൻസിനെ ഹാൻഡിൽ ചെയ്യുന്നത് സെരോദയാണ്. സെരോദ എന്ന് പറയുന്ന ബ്രോക്കറാണ്. സെരോദ, അപ്സ്റ്റോക്സ്, ഫയേഴ്സ് ധാരാളമുണ്ട്. ദെൻ പുതിയ പുതിയ അപ്ഡേഷൻസുമായിട്ട്, ടെക്നിക്കൽ അപ്ഡേഷൻസുമായിട്ട് ധാരാളം ബ്രോക്കിംഗ് ഫേമുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എൻ്റെ പ്രിയ സുഹൃത്തെ, നിങ്ങൾ ഈ മേഖലയിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഏതെങ്കിലും ഒരു ബ്രോക്കറുടെ അടുത്ത് നിന്ന് ഒരു ഡിമാറ്റ് അക്കൗണ്ട് തുടങ്ങിയേ മതിയാകും. അത് അതിൻ്റെ ആദ്യ സ്റ്റെപ്പാണ്. ഇനി ഡിമാറ്റ് അക്കൗണ്ട് തുടങ്ങാൻ നമ്മുടെ കയ്യിൽ പൈസ വേണമെന്നുണ്ടോ? ഇല്ല. നമ്മുടെ അക്കൗണ്ടിൽ അതിന് വേണ്ടി വലിയ എമൗണ്ട് ഒന്നും വേണ്ട. ചിലപ്പോൾ 200 300 ഒക്കെ കൊടുത്താൽ നമുക്ക് ഡിമാറ്റ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാം. പല കമ്പനികളും ഫ്രീ ആയിട്ടാണ് ഡിമാറ്റ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഏതൊരാൾക്കും കയ്യിൽ ഇപ്പോൾ ക്യാപിറ്റൽ ഇല്ലെങ്കിൽ പോലും ഡിമാറ്റ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്ത് വെക്കാവുന്നതേയുള്ളൂ. അക്കാര്യത്തിൽ വ്യക്തത വന്നു എന്ന് വിചാരിക്കുന്നു. ഇനി ഈ ബ്രോക്കേഴ്സ് തന്നെ 2 തരത്തിലുണ്ട്. ഒന്ന് ഫുൾ സർവീസ് ബ്രോക്കർ അഥവാ പ്രീമിയം ബ്രോക്കർ എന്നറിയപ്പെടും. എന്താണ് അവരുടെ പ്രത്യേകത? ഞാൻ നേരത്തെ പറഞ്ഞ ജിയോജിത്ത് എന്ന് പറയുന്ന കേരളത്തിന്റെ സ്വന്തം ബ്രോക്കർ എന്ന് പറയുന്നത് പ്രീമിയം ബ്രോക്കറാണ്. അവർ പ്രധാനപ്പെട്ട നഗരങ്ങളിൽ, ടൗണുകളിലൊക്കെ സ്വന്തം ഓഫീസോ ഫ്രാഞ്ചൈസി ഓഫീസോ സ്ഥാപിച്ചു. അവിടെ സ്റ്റാഫിനെ അപ്പോയിന്റ് ചെയ്തു. സ്വാഭാവികമായിട്ടും സ്റ്റാഫിന് സാലറി കൊടുക്കണം, റൂമിന് റെന്റ് കൊടുക്കണം, അത് നടത്തുന്ന ഫ്രാഞ്ചൈസി ഓണർക്ക് എന്തെങ്കിലും ലാഭം ഉണ്ടാകണം. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്ത് ലാഭം ഉണ്ടാക്കണമെങ്കിൽ, കമ്പനിക്ക് ലാഭം ഉണ്ടാക്കണമെങ്കിൽ തീർച്ചയായും നമ്മളെപ്പോലെയുള്ള കസ്റ്റമേഴ്സ്, ക്ലയൻസ് അവരിൽ നിന്ന് ഉയർന്ന തോതിലുള്ള ബ്രോക്കറേജ് വാങ്ങേണ്ടി വരും. എന്താ ബ്രോക്കറേജ്? ഒരു ബ്രോക്കിംഗ് ഫിം സ്ഥാപനം അവർ നൽകുന്ന സേവനത്തിന് പകരമായിട്ട് ക്ലയൻസിൽ നിന്ന് വാങ്ങുന്ന തുകയെ ഇവിടെ നമ്മൾ വിളിക്കുന്ന പേര് ബ്രോക്കറേജ് എന്നാണ്. വളരെ കൃത്യമാണ്. ജിയോജിത്ത് അടക്കമുള്ള പ്രീമിയം ബ്രോക്കേഴ്സിന്റെ പ്രത്യേകത അവർ കൊടുക്കുന്ന സർവീസ് മികച്ചതായിരിക്കും. ഒന്നും അറിയാത്ത ഒരാൾക്ക് കാര്യങ്ങളൊക്കെ അവർ പഠിപ്പിച്ചു കൊടുക്കും, സപ്പോർട്ട് ചെയ്യും. എല്ലാം ട്രേഡിംഗ് അക്കൗണ്ട് എടുക്കാൻ മുതൽ ബാക്കി അതുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളിൽ അവർ നമ്മളെ സപ്പോർട്ട് ചെയ്യുമെന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. തീർച്ചയായും അവർ കസ്റ്റമൈസ് സപ്പോർട്ട് തരുമ്പോൾ അതിന് ഉയർന്ന രൂപത്തിലുള്ള ബ്രോക്കറേജ് കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ഇതാണ് ഒരു കാറ്റഗറി. ജിയോജിത്ത് മാത്രമല്ല, ധാരാളം ഫുൾ സർവീസ് ബ്രോക്കേഴ്സ് ഉണ്ട്. ഇനി മറ്റൊരു ബ്രോക്കേഴ്സ് എന്ന് പറയുന്നത്, ടൈപ്പ് ബ്രോക്കേഴ്സ് എന്ന് പറയുന്നത് ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സ് ആണ്. പേരിൽ തന്നെ കൃത്യമാണ്. ഇവർ നമുക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് വ്യക്തിപരമായിട്ടുള്ള സപ്പോർട്ടുകൾ തരുന്നതൊക്കെ വളരെ കുറവായിരിക്കും. ഇതൊക്കെ നമ്മൾ ഏതെങ്കിലും യൂട്യൂബ് ചാനലിൽ പോയി എങ്ങനെയാണ് സെരോദയിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യേണ്ടത്, അപ്സ്റ്റോക്സിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യേണ്ടത് എന്നുള്ള വീഡിയോ കണ്ട് അത് ഉപയോഗിച്ചുകൊണ്ട് ഓൺലൈനായിട്ടാണ് ഇവരൊക്കെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യിക്കുന്നത്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. സ്വാഭാവികമായിട്ടും ബേസിക് ഐഡിയ ഉള്ള ന്യൂജൻ പിള്ളേർക്കോ അല്ലെങ്കിൽ ഇത് നമുക്ക് വായിച്ച് പഠിച്ചെടുത്ത് മനസ്സിലാക്കാൻ പറ്റുന്ന ഏതൊരാൾക്കും വേണമെങ്കിൽ ഡിസ്കൗണ്ട് ബ്രോക്കറുടെ അടുത്ത് വളരെ എഫക്റ്റീവായിട്ട് ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടുത്തെ പ്രത്യേകത ബ്രോക്കറേജ് വളരെ വളരെ കുറവായിരിക്കും എന്നുള്ളതാണ്. പ്രത്യേകിച്ച് പോകെ പോകെ നമ്മളൊക്കെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഓപ്ഷൻ ബൈയിങ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ എത്തുമ്പോഴാണ് ഡിസ്കൗണ്ട് ബ്രോക്കറും ഈ പറയുന്ന ഫുൾ സർവീസ് ബ്രോക്കറും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് മനസ്സിലാവുക. അടിവരയിട്ട് ഒരൊറ്റ വാചകം മാത്രം ഞാൻ പറയാം. ഓപ്ഷൻ ബൈയിങ് എന്ന് പറയുന്ന പ്രോസസ്സിലൂടെ കടന്നു പോകാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിർബന്ധമായും നിങ്ങൾക്ക് ഡിസ്കൗണ്ട് ബ്രോക്കർ ഉണ്ടായിരിക്കണം. അവിടെ ആയിരിക്കണം നിങ്ങൾക്ക് ഡിമാറ്റ് അക്കൗണ്ട് ഉണ്ടാവേണ്ടത്. ചുരുങ്ങിയത് അവിടെയെങ്കിലും. ഞാൻ പറയുന്ന അർത്ഥം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പ്രീമിയം ബ്രോക്കറുടെ അടുത്തൊരു അക്കൗണ്ട് എടുക്കാം. എന്തിനാ? ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചെടുക്കാനായിട്ട് അത് സഹായിക്കും. പക്ഷെ ഓപ്ഷൻ ബൈയിങ്ങിലേക്ക് വരുമ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് ഒരു ഡിസ്കൗണ്ട് ബ്രോക്കർ കൂടി ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ്. എൻ്റെ ഒരു ബോധ്യം അനുസരിച്ച് ഉറപ്പിച്ച് പറയാൻ പറ്റും, ലാഭത്തിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നിർബന്ധമായും ഒരു ഡിസ്കൗണ്ട് ബ്രോക്കർ ഓപ്ഷൻ ബൈയിങ്ങിൽ ഉണ്ടായിരിക്കണം. ഈ കാര്യങ്ങളെക്കുറിച്ച് ഏകദേശം ഒരു ധാരണയായി എന്ന് വിചാരിക്കുന്നു. ഡിസ്കൗണ്ട് ബ്രോക്കർ ആണെങ്കിൽ നമുക്ക് ഞാൻ പറഞ്ഞതുപോലെ യൂട്യൂബിൽ ധാരാളം വീഡിയോസ് ഉണ്ട്. ആ വീഡിയോസ് കണ്ട് നമുക്ക് തന്നെ ഓൺലൈനിൽ സ്റ്റാർട്ട് ചെയ്യാം. ഫുൾ സർവീസ് ബ്രോക്കർ ആണെങ്കിൽ നിങ്ങളുടെ ടൗണിലുള്ള, നിങ്ങളുടെ നാട്ടിലുള്ള ഏതെങ്കിലും ഒരു ബ്രോക്കറുടെ അടുത്ത് പോയാൽ നിങ്ങൾക്ക് അവർ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തു തരും, വേണ്ട സപ്പോർട്ട് ചെയ്തു തരും. എന്തായാലും ഇന്നത്തെ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നല്ല ഒരു ബ്രോക്കറെ കണ്ടെത്തി യുക്തമായ തീരുമാനമെടുത്ത് ഒരു ഡിമാറ്റ് അക്കൗണ്ട് തുടങ്ങി വെച്ചുകൊള്ളുക. ഈ യാത്രയിൽ അത് വളരെ അത്യാവശ്യമാണ്.
ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ വ്യക്തതയുണ്ട് എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും കമൻ്റായി രേഖപ്പെടുത്തുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. ഈ വീഡിയോ സീരീസിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് കണ്ടന്റിനാണ് പ്രാധാന്യം, ഒരിക്കലും മറ്റു കാര്യങ്ങൾക്കല്ല. അതുകൊണ്ട് തന്നെ ലളിതമായിട്ട് നമ്മൾ പറയാൻ ശ്രമിക്കുന്നുണ്ട്. വ്യക്തത കുറവുണ്ടെങ്കിൽ തീർച്ചയായും അത് കമൻറ്റ് ചെയ്ത് പറഞ്ഞാൽ അടുത്ത വീഡിയോയിൽ അത് ക്ലാരിറ്റി തരാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും. നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ സപ്പോർട്ടിനും പ്രത്യേകം നന്ദി. ഈ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്ന, ഒന്നും അറിയാത്ത നൂറുകണക്കിന്, ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന്, ലക്ഷക്കണക്കിന് മനുഷ്യർ നമ്മുടെ നാട്ടിലുണ്ട്. അങ്ങനെ ഉള്ള മനുഷ്യർക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കുക. വീഡിയോ ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നന്മകൾ നേരുന്നു. താങ്ക് യു ഓൾ. താങ്ക് യു വെരി മച്ച്.